വളരെ പ്രധാനപ്പെട്ട വിവരം പ്രശാന്ത് ഈ സമയം പുറത്തു വരുന്നത് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി വന്ന പാകിസ്ഥാന്റെ JF-17 യുദ്ധവിമാനത്തെ അടിച്ചിട്ടത് ആരാണ് എന്ന ചോദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ ആകാശ് മിസൈലാണ് എന്നതാണ് അതിർത്തിയിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ. പാകിസ്ഥാന്റെ വിമാനം ഇന്ത്യ അടിച്ചിട്ടതിന്റെ ഒരു ചിത്രവും ഒക്കെ വന്നിരുന്നു. JF-17 ആദ്യം F-16 വിമാനമാണെന്ന് കരുതി. F-16 അല്ല, മറിച്ച് JF-17 എന്ന ചൈന നൽകിയ വിമാനമാണ് അടിച്ചിട്ടത് എന്നുള്ള കാര്യമാണ് പിന്നീട് വ്യക്തമായത്. എന്തായാലും ഇപ്പോൾ ഈ JF-17 പാകിസ്ഥാന്റെ വിമാനം തകർത്തത് ഇന്ത്യയുടെ മിസൈലാണ് എന്നതാണ് ഇപ്പോൾ പ്രധാനമായും കാണുന്നത്. ഇന്ത്യയുടെ മിസൈൽ, ആകാശ് മിസൈൽ ഇതിനെ തകർത്തിട്ടു എന്നുള്ള സൂചനകൾ ചില മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് നടന്നത്. അതിനുശേഷം പാകിസ്ഥാൻ തന്നെ അവകാശപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ വ്യോമ സേന ആകെ ആകാശത്തുണ്ട് എന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാൻ വലിയ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. പാക് അധീന കശ്മീരിൽ നടത്തിയിരുന്നു, നിയന്ത്രണ രേഖയിൽ നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം ഭേദിച്ചുകൊണ്ട് ഇന്ത്യക്ക് നിയന്ത്രണ രേഖയിലുള്ള പല ക്യാമ്പുകളും തകർക്കാൻ കഴിഞ്ഞു. പഞ്ചാബ് മേഖലയിലുള്ള പല ക്യാമ്പുകളും ഇപ്പോൾ ഇന്ത്യക്ക് ആക്രമിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ നേരം വെളുക്കുകയാണ്. ദില്ലിയിൽ നേരം വെളുക്കുകയാണ്. നേരം വെളുക്കുമ്പോൾ തീർച്ചയായിട്ടും പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് തന്നെയാണ്. തിരിച്ചടിക്കും, അവർ സങ്കല്പിക്കാൻ കഴിയാത്ത തിരിച്ചടി നൽകും എന്നതായിരുന്നു നരേന്ദ്രമോദി ബീഹാറിൽ പറഞ്ഞത്.